வந்துட்டேன்னு சொல்லு, திரும்பி வந்துட்டேன்னு சொல்லு. ടൂറിങ്ങനെ പോയി വന്നാണ്ടല്ലോ നമുക്കൊരു 10 വയസ്സാണ്ട് കുറയും. എന്നാ പിന്നെ മാസത്തിൽ ഒരു 4 ടൂർ വയ്ക്കോ. എന്റെ അമ്മന്റെ പള്ളയിൽ തന്നെ ആയി പോയിക്കോട്ടെ. എന്ത് തോന്നുന്നു എന്നെ കണ്ടിട്ട്? ഒന്നും തോന്നില്ല. എന്തേ എനിക്ക് കക്കൂസ് പോണോ? മൊബൈലോ? എന്താ മൂസേ? ഏയ് ഒന്നുമില്ല. അത് വെറുതെ. നണ്ട് ആനമുട്ട എന്തേ വേണോ? എന്താ ഈ ബന്ധത്തിനൊരു കുറവ്? ജ്യോതിക്ക് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ഇല്ലേ? ഇജ്ജ് കണ്ടിക്കണോ അവന്റെ ബിസിനസ്? ഞങ്ങള് ഫോണിലൂടെ എന്നും ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ഫോണിൽ കൂടി അങ്ങ് കല്യാണം കഴിച്ചാ പോരേനു. എന്തിനാ നേരിട്ട് ഇങ്ങോട്ട് വന്നേ? പപ്പടന്റെ ഭാഗത്തോ? ഇല്ല, പപ്പടം പച്ചളത്ത് കാച്ചാൻ പറ്റൂല. അതിന് വെളിച്ചെണ്ണാന്ന് പറഞ്ഞൊരു സാധനം വേണോ? അവിടെ ഇല്ല. പപ്പടം പച്ചളത്ത് കാച്ചാൻ പറ്റൂല. അതിന് വെളിച്ചെണ്ണാന്ന് പറഞ്ഞൊരു സാധനം വേണോ? അവിടെ ഇല്ല. അല്ല മോളെ, അനക്കിപ്പോ ഇത്ര പെട്ടെന്ന് മെല്ലിയെന്ന് തോന്നി എന്തിനാ? സ്കൂൾ ആർട്സ് ഫെസ്റ്റിൽ ഞാൻ സ്റ്റേജിൽ കയറുന്നുണ്ട്. അതിന് തടി കുറയണോപ്പാ. ഇത്തിരി തടിയുള്ള അന്നെ താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് എന്റെ സ്കൂളില്. ഇത്തിരി തടിയുള്ള അന്നെ താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് എന്റെ സ്കൂളില്. മൂസക്കായി നിങ്ങൾ എടുക്കൊക്കെ പോയിക്ക്? ഞമ്മള് ചെലവൂര്, മോയിക്കല്, മലാപ്പറമ്പ്, കോവൂര്, തൊണ്ടയാട് ഒക്കെ പോയിക്കണ്. അതല്ല, നിങ്ങൾ ഇവിടെ വിട്ട് എടുക്കൊക്കെ പോയിക്ക്? ഓ, കോഴിക്കോട് വിട്ടിട്ടാ? കോഴിക്കോട് വിട്ടിട്ടാണെങ്കില് കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി അങ്ങനെ ഒക്കെ പോയിക്കണ്. അതൊന്നല്ല, ഈ കേരള രാജ്യം വിട്ട് നിങ്ങൾ എടുക്കൊക്കെ പോയിക്കീന്ന്. കേരള ഒരു രാജ്യമല്ല പോത്തെ. സോറി, ജില്ലല്ലേ. സോറി, ജില്ലല്ലേ. ഈ നീലരാ ഇത്തിരി ചുണ്ണാമ്പ് തരുവാ? ഇതെന്താ മുറുക്കാൻ പീടിയോ? എന്താണ് അങ്ങനെ ചോദിക്ക്. ഇങ്ങോട്ട് പറഞ്ഞൂടി. ഇവിടത്തെ പുരുഷന്റെ കിടപ്പ് ശരിയല്ല. ശരിയാ, ഇവിടുത്തെ പുരുഷന്റെ കിടപ്പ് തീരെ ശരിയല്ല. ഈ മുസക്കായിണ്ടല്ലോ കുമ്പിട്ടിട്ടാ കിടക്കുക. ലുങ്കി കൊടുത്ത് കിടന്നാലേ നേരം വെളുക്കുമ്പോഴത്തേക്ക് അങ്ങനെ കാണില്ല. തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നാൽ അത് അഞ്ഞു ഉണ്ടാവും. ഈ പുരുഷൻ നമ്മള് നല്ലൊരു പൊരയിലെത്തി. ഇനി വേണം നാട്ടുകാരെ മുന്നിലൊക്കെ ഒന്ന് തോല ഉയർത്തി നടക്കാൻ. തല താട്ടിയാ നടന്നു. പെരണ്ടാക്കാൻ പറ്റുമോ പാത്തു? അതിന് കൈമേല് കായ് വേണ്ടേ? അല്ല, അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഈ പൊരേന്ന് ഇറങ്ങാൻ ഉപ്പാക്ക് പ്ലാൻ ഇല്ലേ? ഏറിയാൽ ഒരു കൊല്ലം. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പൊരയിൽ നിൽക്കൂല. ഈ നിക്കണ്ട, എനിക്ക് ഇരിക്കോ കിടക്കൊക്കെ ചെയ്യാലോ. പേടി എന്റെ വീട്ടിൽ പറയാൻ. പേടിക്കാൻ എന്നാ? വല്ല തീവ്രവാദ സംഘടനയിൽ ചേരാൻ പോകുന്ന സുന്ദരനും സുശീലനും പോരാത്തതിന് ബാങ്ക് ജോലിയുമുള്ള ഒരു സുന്ദരനെ ഇഷ്ടപ്പെട്ടെന്ന് പറയടി പൊട്ടി. പൊട്ടിയാണല്ലേ ഞാൻ? ഓ, ഒരു സുന്ദരം വന്നേക്കുന്നു. എന്റെ പൊന്നെ, ഞാൻ കൊണ്ട് പറഞ്ഞാന്നേ. ഞാനേതായാലും പറഞ്ഞു നോക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനിയൊരു വർഷം നമുക്ക് അങ്ങ് ഒളിച്ചോടിയാലോ? ഓടാനും നിന്നെ കിട്ടൂല. നീ ഓടണ്ട, ഞാൻ വണ്ടി എടുത്തു വരാന്ന്. പറയടി, ഓനെ മറന്നോളാന്ന് പറയ്. പ്ലീസ് 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 ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഈ കത്തി കിട്ടിയിട്ട് മടക്കി മത്തി എറിയാനേ. അത് കോമഡി പറയാനുള്ള നേരല്ലത്. കോമഡി അല്ല മുസക്കായി, സീരിയസാ. വേറെ കത്തില്ല, അതും കൊണ്ടേരി. ഒരു റബ്ബർ ബാൻഡിന് 5 ലക്ഷം. എന്റെ ഉപ്പച്ചെ റബ്ബർ ബാൻഡ് അല്ല, മ്യൂസിക് ബാൻഡ്. യുവർ ഫാദർ ഈസ് എ കൺട്രി ഫെലോ. ഓനെന്തിട്ടാ പറഞ്ഞു? അത് ഉപ്പച്ചിയെ നിങ്ങൾ ഭയങ്കര വിവരല്ല. അതെല്ലാരും പറയലുണ്ട് മോനെ, നമുക്ക് തോന്നലുണ്ട്. എനിക്ക് എന്തെങ്കിലും മാറാരോഗം ഉണ്ടോ? ലക്ഷത്തിൽ 2-3 ആൾക്ക് വരുന്ന രോഗം ഇല്ല. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ അസുഖം വരും, ഉറപ്പാ. ഒന്ന് പറയ റിസ്മോനെ. ഏതാണെങ്കിലും ഉമ്മച്ചി എന്റെ ഒപ്പം ഉണ്ടാവും. എനിക്ക് എന്റെ ഉമ്മച്ചിനെ വിശ്വസിക്കാവോ? ഓ, അല്ല അതല്ല, നിങ്ങൾ ഉപ്പനെ പോലെയാണോ? മോനെ, മെർക്കുൻകാരി അങ്ങനെ പറയരുത്. ഓലെ വിശ്വസിക്കാം. ഓലെ സ്നേഹമുള്ള കൂട്ടുകാരെ
അതായത് എന്റെ റിസ്മോനെ പറയേ. എന്റെ ഫോണ് കേടായി. ഒരു നന്നാക്കാൻ ഒരു 1500 ഉറുപ്പിക. അന്ന പമ്മച്ച് എന്റെ ഒപ്പം നിൽക്കൂ. എനിക്ക് മാറാറോ വന്നിട്ട് സ്നേഹിക്കാൻ കുത്തിരിക്കുക നിങ്ങള്. ആ ആണി എന്തേ എന്നാ എനിക്ക് രോമം വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് ഇല്ല നോമിയ. എന്റെ കൂടെ സഹായിക്കില്ല നിങ്ങള് പ്ലീസ് ഉമ്മച്ചി. ആ എന്താ മോനെ ആ വെള്ളം മാറ്റി വെച്ചേക്ക്. മാറ്റി വെച്ച് 1500 ഉറുപ്പിക. ഞാൻ നാടൻ രീതിക്ക് പറഞ്ഞതാ. ഇത്താത്ത റിസ്വാന്റെ യുദ്ധങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പൂർവാധികം ശക്തിയോടെ അന്റെ മേൽ ഞാൻ ആഞ്ഞടിക്കും. റിസ്വാന്റെ യുദ്ധം ഈ കാണാനിരിക്കുന്നത് അതെ ബാക്കി 6 ഇടണല്ലേ. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഓള് ചിക്കൻ ബിരിയാണി തിന്നൂല. അത് വലിയൊരു പ്രശ്നാണ്. ഓള് ഇന്നണ്ടാ ഓളെ കൂടി ഞാൻ തിന്നോളാ. മൂസക്കൈ ഞമ്മളിപ്പോ റിസ്വാനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പം വന്നത്. നമ്മളാ കച്ചറിന്റെ അടുക്കാതെ മറന്നുപോയി. റിസ്വാനെ ആ മാപ്പ് പറഞ്ഞാള്. മാപ്പാ കോപ്പ് അറിഞ്ഞ മാപ്പ് പറയുന്നത് ഞാൻ കഴിക്കൂല. ചിക്കൻ ബിരിയാണി അല്ലേ, അല്ലാണ്ട് ജലപാനം ചെയ്യൂലല്ലോ. മാപ്പ് പറയാൻ പറ. കോപ്പ് പറ. അല്ല ഇതുപ്പാന്റെ മീമണ്ടി, ഇത് ഞാൻ വാങ്ങിയ പെയിന്റ്. ഇതിലേതാണ് ഉപ്പൊക്കെ കണ്ടിട്ട് തിരിയാത്ത? അന്നോടത്തിലാരാ പച്ച മഞ്ഞ പെയിന്റ് അടിക്കാൻ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ല ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെന്നപ്പോ എനിക്കില്ല ഉപ്പാക്കറിയാം. ഇപ്പൊ പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? താജ്മഹൽ അമേരിക്കയിലാ, ഇന്ത്യയിലല്ലേ? ഇന്ത്യയിലേക്ക് മാറ്റി നമ്മൾ അറിഞ്ഞില്ല. അതെ ഒരു വിമാനത്തിൽ കയറ്റിക്കൊണ്ടെന്നാ. താജ്മഹൽ വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കറിയാട്ടോ എന്താണ് ഇവിടെ പ്രശ്നം. സാധാരണ ഞാനാണല്ലോ ഉണ്ടാക്കൽ. ഇതിപ്പോ ആരെ തുടങ്ങി വെച്ചത്? എന്തിട്ടാണ് നോക്കുമ്പോ ഉപ്പാന്റെ വണ്ടിക്ക് ആ മഞ്ഞ പെയിന്റ് അടിച്ച് സുന്ദരക്കുട്ടനാക്കാൻ നോക്കുന്നേരം ഉപ്പേന് സമ്മതിക്കുന്നില്ല. ആണക്കതിന് കറുപ്പ് കളർ അടിച്ചൂടെ? ഒരു പാട്ടുണ്ട്. കറുപ്പ് താൻ എനിക്ക് കുടിച്ച കളറി. നിർത്ത്. അന്റെ കളറിന് വണ്ടി കടിക്കാൻ പറ്റൂലേ? എനിക്ക് കല്യാണത്തിന് മുമ്പ് നല്ല